Hello guys, welcome back to Lulu's Universe. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹ്യൂജ് മീഷോ ഹാളാണ്. മീഷോയിൽ നിന്ന് ഞാനൊരു 10 പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അത് റൂം ഡെക്കോറിംഗ് ഐറ്റംസ് ആണ്. കുട്ടിക്കാലം മുതലേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് റൂം വേണം. പിന്നെ ആ റൂമില് എന്റേതായ രീതിയിൽ നല്ല പോസ്റ്റേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് എന്റേതായ ഒരു റൂം. പക്ഷെ എന്ത് അറിയാനാണ് ഗൈസ്, 26 വർഷം ഞാൻ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ഒരു വീട് കിട്ടി. ഫൈറ്റ് ചെയ്ത് ഞാൻ എനിക്കൊരു റൂം ഉണ്ടാക്കി, എന്റെ സ്വന്തമായിട്ടുള്ള റൂം. പൂർത്തിയായ പിറ്റേ ദിവസം എന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ആ റൂമിൽ വല്ലപ്പോഴേ പോവാൻ പറ്റും. സോ എനിക്ക് എന്റേതായ റൂം ഇതുവരെ സെറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എന്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് സ്വന്തമായിട്ട് എന്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു റൂം സെറ്റ് ചെയ്യണം എന്ന് എന്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചത്. എപ്പോഴും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഹൗൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടാവും, പക്ഷെ നടക്കൂല. മിഡിൽ ക്ലാസ് മൈൻഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് നമുക്ക് ആഗ്രഹമുള്ള എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് അത്രയും പൈസ ചിലവാക്കാൻ നമ്മളെ ഉള്ള കാര്യം. അതുകൊണ്ട് സോ ഞാൻ എൻ്റെ വളരെ കുറെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ട് എന്നാ പിന്നെ ശരി 2 കൽപ്പിച്ച് വാങ്ങിയേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ 10 പ്രൊഡക്ട്സ് വാങ്ങിച്ചു. കാണാല്ലേ? ഓക്കെ, ഫസ്റ്റ് പ്രൊഡക്റ്റ് എല്ലാം 300 രൂപേന്റെ അണ്ടറിലാണ്. ഞാൻ പ്രൈസ് വന്നിട്ട് ഞാൻ കൊടുത്തേക്കാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതെന്താ നോക്കാം. എല്ലാം ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഏതിലാണെന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതെന്താന്നല്ലേ, എന്താന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത് വന്നിട്ട് നമ്മള് വാൾ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് ആണ് ഗൈസ്. കാണാൻ വേണ്ടി കുറച്ചുകൂടി വാൾ സ്റ്റിക്കേഴ്സ് ആണിത്. നമുക്ക് ഏതെങ്കിലും ഒരു വാളിൽ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കും. ഇതിങ്ങനെ ഒട്ടിച്ചു വയ്ക്കാൻ പറ്റുന്ന മാതിരിയുള്ള വാൾ സ്റ്റിക്കേഴ്സ് ആണ്. കുറച്ച് അത്യാവശ്യത്തിന് നീളം വീതിയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ ഈ സ്ട്രക്ചർ എനിക്ക് അത്ര പിടിച്ചില്ല കേട്ടോ. വലിയ രസമില്ല, പക്ഷെ കുഴപ്പമില്ല. പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാവും, എന്താ പറയാ, ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ഇത് ഇളക്കിയിട്ട് നമുക്ക് ഓരോ വാളിലായിട്ട് നമുക്ക് ഏത് വാളാണോ ഡെക്കറേറ്റ് ചെയ്യുന്നത് ആ വാൾ ഒടിച്ചു. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇങ്ങനെയുള്ള 2 പാക്കറ്റ് 2 എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് ഇത്രയും വലുപ്പമുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 എണ്ണമാണ്. ഞാൻ ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് റൂം ഡെക്കറേറ്റ് ചെയ്യണം, എന്താണ് അൺബോക്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു വാൾ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത മാതിരിയില്ല, വൈറ്റ് വാങ്ങിച്ചാൽ മതി. എന്നാൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് ഇതാണ്. ഓർമ്മ. ഇത് വന്നിട്ട് വാൾ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ ഇവിടെ കൊടുക്കാം, വീഡിയോന്റെ അവിടെ കൊടുക്കാം. വാൾ സ്റ്റിക്കേഴ്സ് ആണ് കണ്ടോ. നമ്മൾ പണ്ട് ചിത്രകഥയിലൊക്കെ കാണല്ലേ, നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ്, അതുമാതിരി ഒരു കുറെ ഉണ്ട് ഇതിനകത്ത്. കുറെ ഉള്ള വാൾ സ്റ്റിക്കേഴ്സ്. ഇതൊക്കെ നോക്കി അടിപൊളിയായിട്ടില്ലേ? വാ. അതായത് നമുക്ക് വിദേശത്തൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ നമ്മുടെ ചുവരിലൊട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഒരുപാട് സാധനമുണ്ട്. എത്ര എണ്ണം ഉണ്ട്, ഇതിന്റെ പ്രൈസ് എന്താണെന്ന് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഇത് പുറത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്, ഇത് കാണുന്നുണ്ട് എന്തൊക്കെയാന്നൊക്കെ. എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി നോക്കിയിട്ട് പൊളി. ദൈവമേ, മേടിച്ചില്ലോ. ഇത് ഇവിടെ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് വരാത്തെ. ഇങ്ങനെയൊക്കെ ക്രൂരമായിട്ട് ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു അൺബോക്സിംഗ് ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് ദ തിങ്. ബട്ട് ഓ മൈ ഗോഡ്,
ഇത് ഉടഞ്ഞേ പോയി ഗായ്സ്, ഇത് ഉടഞ്ഞു പോയി. ഇവിടെയാണ് വേണ്ട, ഇങ്ങനെ വേണ്ട സാധനമാണ്. ഇങ്ങനെ കാണുന്നുണ്ടോ? ഇതാണ് സാധനം. ഓക്കെ, ഈ സാധനം ഉടഞ്ഞു പോയി. ആദ്യമായിട്ടാണ് എനിക്ക് മീഷോന്ന് സാധനം വെച്ചിങ്ങനെ ഉടഞ്ഞു അല്ല. ഞാൻ ഏതെങ്കിലും വെൽഡിങ് ഏട്ടനെ കൊണ്ട് ഇവിടെ വെൽഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതാണ് സാധനം. ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മള് വാതിലിന്റെ അവിടെ തൂക്കിയിട്ട് നമുക്ക് ബാഗ്, അതുപോലെ എന്തൊക്കെയാണ് തൂക്കിയിടേണ്ട സാധനങ്ങൾ, അതൊക്കെ നമുക്ക് ഇങ്ങനെ തൂക്കിയിടാം. അതിന് വേണ്ടി വൈറ്റ് സർഫസിൽ കാണിച്ചത് എങ്ങനെ ഉണ്ടാവും. ഇത് ഉടഞ്ഞു പോയത് കുഴപ്പമില്ല, നോക്കാം നമുക്ക്. ഇത് ഒന്നെങ്കിൽ വെൽഡ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എന്തായാലും ചെയ്യിപ്പിക്കുക. ഇത് തൂക്കിയിട്ടിട്ട് നമുക്ക് എല്ലാ സാധനവും ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇങ്ങനെ ഉടഞ്ഞു പോയ സ്ഥിതി ഞങ്ങൾ വെച്ചേക്കാം. ആർക്കാ ഇങ്ങനെ പാക്കേജ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരെ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ 10 കാര്യം പൈസ കിട്ടി വായിക്കണ്ടേ? എങ്ങനെ മാസത്തിലൊരിക്കൽ മാത്രം എനിക്കൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. കാരണം ആ സമയത്ത് മാത്രമേ എനിക്ക് അലോട്ട്മെന്റ് ഒക്കെ കിട്ടുള്ളൂ. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് കേട്ടോ. ഓ മൈ ഗോഡ്, അടുത്ത പ്രൊഡക്റ്റ്. എനിക്ക് ഈ പ്രൊഡക്റ്റ് വന്നിട്ട് ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു പ്രൊഡക്റ്റ്. അതൊരു മേശയാണ് സംഭവം. മേശ അല്ല, ഒരു ചെറിയ സ്റ്റൂളുമാതിരി ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ഡെക്കറേഷൻ ഒക്കെ വേണ്ടി വെക്കണ മാതിരി ഒരു സാധനം. ഇതിനൊരു 200 സംതിങ്ങേ ഉള്ളൂ. ഇത് ഭയങ്കര സൂപ്പർ ആയിട്ടില്ലേ കാണാൻ വേണ്ടിട്ട്. ഇത് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ. ഇതെങ്ങനെ നമുക്കിത് ഈസി ആയിട്ട് മടക്കിയെടുക്കുകയും ചെയ്യാൻ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതൊരു സ്റ്റൂളായി. ഇതൊരു സ്റ്റൂളായി. ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കണ്ടോ, ഇരിക്കാനൊന്നും പറ്റില്ലായിരിക്കും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും. സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കുറച്ച് ഫിനിഷിങ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദിസ് ഇസ് അമേസിങ്. നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. അടുത്ത പ്രൊഡക്റ്റ് ഇതാണ്. ഇത് ഞാൻ കാണിക്കണമെങ്കിൽ ഞാൻ എഴുന്നേറ്റ് എടുക്കേണ്ടി വരും, സ്വാഭാവികം. അത് കാണിക്കാം. ഇത് വന്നിട്ട് ഒരു എന്തെങ്കിലും പറയാ, പരവതാനി മലയാളത്തിൽ പറയാം. ഇത് പരവതാനി പോലെ ഒരു സാധനമാണ്. ഞാൻ വന്നിട്ട് ഒരു റൂമിൽ വന്നിട്ട്, ഞങ്ങൾ താഴെയാണ് കിടക്കുന്നത്. അപ്പൊ ബെഡൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു സാധനമാണ്. ഇതിന് 300 താഴെയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാൻ ഇതിന്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. എന്റെ മുന്നേ ഓൾമോസ്റ്റ് എന്റെ കവർ ചെയ്യുന്നുണ്ട്. എന്നെക്കാട്ടി വലുതാണ്. ഈ വാതിലിന് എത്ര ഉണ്ടാവും? പിന്നെ ഭയങ്കര വലുതാണ്. ഇതിന് 300 താഴെയുള്ളൂ. ആക്ച്വലി അടിപൊളി ഐറ്റാണ്. വലിയ നോക്കൂ, കണ്ടോ? ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് പുതപ്പായിട്ട് പോലും യൂസ് ചെയ്യാം. പുതപ്പായിട്ടേ ഉപയോഗിക്കാം. അത്രയും വലുതാണ്. നിലത്ത് വിരിക്കാം. അടിപൊളി പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ദിസ് ഐറ്റം ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ കാർട്ടിൽ ഇട്ട് വെച്ചിട്ട് വായിക്കാതെ ഇരുന്ന ഒരു ഐറ്റമാണ്. ഇത് കാണുന്നുണ്ടോ? ഇതാണ് ഐറ്റം. കണ്ടോ? ഇതിലൊരു USB ചാർജർ ഉണ്ട്. നമുക്ക് USB യൂസ് ചെയ്തിട്ട് ഇത് ചാർജ് ചെയ്യാം. ഇതൊരു ലൈറ്റ് ടേബിൾ ലാമ്പാണ് കേട്ടോ. കാണുന്നുണ്ടോ? നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടേബിൾ ലാമ്പാണ്. അടിപൊളിയാണ്. ഓണാക്കി കാണിച്ചത്. ഇത് ഓണാക്കുമ്പോൾ ഇവിടെ ഒരു റൈറ്റ് ലൈറ്റ് കിട്ടും. അപ്പം നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഈ സ്വിച്ച് ഇങ്ങനെ ഓണാക്കണം. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കണ്ട് ഇവിടെ ഒരു പച്ച ലൈറ്റ് ഉണ്ട്. അതുമാതിരി ഇവിടെ ഒരു
ലൈറ്റൊന്നും കുഴപ്പമില്ല. വലിയ ഇതൊന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടമായി. ബ്യൂട്ടിഫുൾ ആൻഡ് അതേപോലെ തന്നെ ക്യൂട്ടാണ്, നല്ല ക്യൂട്ടാണ്. 3 മോഡുണ്ട് കേട്ടോ ഇതില്. ഓഫ് 2, 3 എന്ന് പറഞ്ഞിട്ട് 3 മോഡ്സ് ഉണ്ട്. നമുക്ക് ഏതാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് മാറുന്നുണ്ട് കേട്ടോ. ഇതാ ബ്ലൂ ആയി, ഇപ്പൊ ബ്ലൂ ആയി, പച്ചയായി, റെഡായി, അങ്ങനെ ഇവിടെ ലൈറ്റ് മാറുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ഫസ്റ്റ് മോഡിലാണ്. ഇത് സെക്കൻഡ് മോഡിലിടാം. വാവ്, തേർഡ് മോഡ്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം. ഓക്കെ, ഇതൊരു കുഞ്ഞു പ്രൊഡക്റ്റാണ്. എന്താണ് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ വാങ്ങിച്ചാണെങ്കിൽ ഞാൻ വാങ്ങിക്കാത്തൊക്കെ മീഷോ എടുത്ത് ഡോക്ടർ. ഇത് LED ലൈറ്റാണ് കേട്ടോ. എത്രകാലം നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാന്ന് തോന്നുന്നു. എല്ലാ ഗേൾസ് അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ നമ്മളെ റൂമിൽ ഇങ്ങനെ LED ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് സംതിങ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ റൂമിൽ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനിതൊന്ന് കത്തിച്ച് നോക്കണം, എന്നാലേ ഞാൻ പറയാൻ പറ്റുള്ളൂ എന്താ. ചെറിയ ഒന്ന് കത്തിച്ച് നോക്കാം. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഉണ്ട് അല്ലേ കാണാന്. കണ്ടോ, നന്നായിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം, കത്തുന്നൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ ആ പ്ലഗ് വന്നിട്ട് ഭയങ്കര ചെറുതാ, അതുകൊണ്ടൊരു പേടി. വർക്കിംഗ് ആണ്. പ്ലഗ് വന്നിട്ട് ഭയങ്കര ഒരുമാതിരി ചെറിയൊരു പ്ലഗാണ്, അതുകൊണ്ട് എനിക്കൊരു ടെൻഷനുണ്ട്. അതായത് കുഴപ്പമില്ല, യൂസ് ചെയ്യാം. പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇങ്ങനെ പാക്കേജിങ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നത്, കുഴപ്പമില്ലാത്ത പാക്കേജിങ് ഒക്കെയാണ്. സംഭവം വന്നിട്ട് ഇതാണ്. ഇതൊരു ഫ്ലവർ വേസ് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ള കളറൊക്കെ ഭയങ്കര ഡേർട്ടിയാണ്. കുഴപ്പമില്ല, ഉള്ളിലല്ല നമ്മള് പുറത്തല്ലേ. ഒച്ച കേട്ടോ. ഇത് സെറാമിക്കിന്റെ ഒരു ഫ്ലവർ പോട്ടാണ്, ഫ്ലവർ വേസ്. സെറാമിക് കൊണ്ട് നിർമ്മിച്ച വെക്കാം. ഇതിന്റെ മുകളിൽ വളരെ എനിക്കിഷ്ടമായി, നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. നോക്കാം. ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഇതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഇത് ഫോട്ടോയിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ വലുതായിരിക്കണം, പക്ഷെ ഇത് ഭയങ്കര ചെറുതാ. കുഴപ്പമില്ല. എന്നാലും ഇതെന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരോമ ഡിഫ്യൂസർ ആണ്. അതായത് നമുക്കിങ്ങനെ മൂഡ് ഭയങ്കര ടെൻഷനായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല മണം. ഇതിന്റെ അടിയിൽ ഇങ്ങനെ അവര് ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് 2 അരോമാസ് ആണ്. ഒന്ന് വന്നിട്ട് റോസി റൊമാൻസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ ഇംഗ്ലീഷ് ലാവൻഡർ എന്ന് പറഞ്ഞിട്ട് 2 അരോമ. എന്താണ് അതിനെ പറയാ, ഓയിലാണ്. നല്ല മണം. ആൻഡ് അതുപോലെ ഒരു ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ഈ ക്യാൻഡിലിന്റെ അവസ്ഥയൊക്കെ പരിതാപമാണ്, എന്നാലും ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഇതാണ് ആ അരോമ ഡിഫ്യൂസർ. നമ്മളിവിടെ ക്യാൻഡിൽ വെക്കും. ക്യാൻഡിൽ ഇവിടെ വെച്ചിട്ട് ഇത് കത്തിക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ അരോമ ഓയിലും കുറച്ച് വാട്ടറും ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഓയിൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ കത്തിച്ച് കഴിഞ്ഞാൽ അത് തനിയെ ഇങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൽ അങ്ങനെ ലയിക്കും. എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ മെയിൻ മൂഡ് സ്വിങ്സ് മാറുന്ന ഒന്ന് മ്യൂസിക്കാണ്, പിന്നെ ഒന്ന് നല്ല മണം എൻ്റെ മൂഡ് മൊത്തത്തിൽ ചേഞ്ച് ആക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അങ്ങനെ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാർക്ക് ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പം ഞാൻ എല്ലാ സ്ഥലത്തും നല്ല മണമുള്ള സാധനങ്ങളൊക്കെയാണ് എപ്പോഴും വാങ്ങിക്കാറ്. സോ ഇതിനകത്ത് ഇങ്ങനെ ചെയ്തത് നമ്മളെ ഫുൾ എൻ്റെ റൂമിൽ ഇപ്പൊ തന്നെ ഇത് നല്ലൊരു മണം നടക്കുന്നുണ്ട്. എൻ്റെ റൂമിലേക്ക് ആ സ്മെല്ല് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അതാണ് ഇതിന്റെ ഗുണം. അതാണ് ഞാൻ വാങ്ങിച്ചേട്ടോ. എനിക്കിങ്ങനെ മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന സമയത്ത് എൻ്റെ മൂഡ് നല്ല സൂപ്പർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ വിചാരിക്കും.
ബൈ ദ ബൈ, ഇന്ന് എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഇത് ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിച്ചാണ്. ഒരു 500 സംതിങ് രൂപയായിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? അടിപൊളിയാണെങ്കിൽ കമന്റ് ബിലോ. ഓക്കേ, and this is the last and final product. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് കേട്ടോ. ഇതെന്താന്ന് നമുക്ക് നോക്കാം. ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. And last and final product. ഏയ് കൊള്ളാട്ടോ, നോക്ക്. ഇതാണ് സാധനം. അമേസിംഗ് ഓഫ് ദ ഫണ്ടാസ്റ്റിക്. ഇത് ഞാൻ ഓൾറെഡി നമ്മൾ മറ്റേ വേസ് വാങ്ങിച്ചു, ഫ്ലവർ വേസ് വാങ്ങിച്ചു. അപ്പൊ അതിനകത്ത് വെക്കാൻ ഫ്ലവർ വേണ്ടേ. ഇത് ഞാൻ വെച്ച് പ്ലാസ്റ്റിക് ആണ് വെച്ചത്. പക്ഷെ അല്ല, ഇതെന്തൊരു ഫോമിന്റെ മാതിരി ഒരു പ്രൊഡക്റ്റ് ആണ്. കാണുമ്പോ ശരിക്കും ടൂലിപ്പ് മാതിരിയേ ഉണ്ട്. അല്ല ഇത്രയുണ്ട് പ്രൊഡക്ട്സ്. കാണുന്നുണ്ടോ? നല്ല മഞ്ഞ കളർ. സംഭവം പൂവ് കുറച്ച് ചെറുതാ, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഉണ്ടാവും. ഇത് നമ്മൾ എങ്ങനെയാക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, നമ്മുടെ 10 പ്രൊഡക്റ്റിന്റെ അൺബോക്സിങ് വളരെ സക്സസ്ഫുൾ ആയി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രൊഡക്ട്സിൽ ഒന്ന് ഒഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി പ്രൊഡക്ട്സ് ആണ് എല്ലാമേ. സോ ഒന്ന് വന്നിട്ട് അതിനൊരു ചെറിയ ഡാമേജ് ഉണ്ട്. അതിനി തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഭയങ്കര മടിയാണ് എനിക്ക്. ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ അത് തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. മേ ബി എങ്ങനെയെങ്കിലും അതൊന്ന് സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കാം. സോ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തോ. ഞാൻ കുറച്ച് ഓവറാക്കുന്നുണ്ട്. ഓറഞ്ചിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. എല്ലാവരും ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ,